എല്ലാവർക്കും നമസ്കാരം. മൈസ്റ്റാറിലേക്ക് സ്വാഗതം. മകം നക്ഷത്രക്കാരുടെ സമ്പൂർണ്ണ വിഷുഫലം ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള ഒരു വർഷക്കാലത്തെ ഫലമാണ് പറയുന്നത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഇനി നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. മകം നക്ഷത്രക്കാർക്ക് ഏപ്രിൽ 2025 മുതൽ 26 വരെയുള്ള സമ്പൂർണ്ണ വിഷു ഫലം നോക്കാം. Sun, Lovers energy, Star card, Two of Pentacles, Six of Pentacles, beautiful Six of Swords, beautiful energy. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കൂടുതലൊന്നും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. എങ്കിലും ആദ്യം തന്നെ വളരെ സമൃദ്ധമായിട്ടുള്ളൊരു വർഷം എല്ലാ അർത്ഥത്തിലും എന്ന് പറയാം. നെഗറ്റീവ് കാർഡ് എന്നുള്ള രീതിയിൽ നെഗറ്റീവ് എനർജീസും ലേക്ക് ഒന്നും ആ ഒരു നെഗറ്റിവിറ്റി ഒന്നും തന്നെ ഇല്ല. ആദ്യം തന്നെ നമ്മൾ സൺ കാർഡ് ആൻഡ് സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനർജി, സൺ എനർജി പെൻഡക്കിൾ എനർജി കണക്ഷൻസ് ആണ്. സിക്സ് ഓഫ് പെൻഡക്കിൾസ് എനർജി എന്ന് പറയുമ്പോൾ എപ്പോഴും വരവാണ് കൂടുതൽ. പക്ഷെ ചിലവുകൾ എന്നുള്ള രീതിയിലല്ല, നമ്മളിലേക്ക് സമ്പത്ത് വരുന്നുണ്ട്, പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കുന്നത് ചിലവുകൾ എന്നുള്ള രീതിയിലല്ല, മറ്റുള്ളവർക്കുള്ള സഹായം എന്നുള്ള രീതിയിലാണ്. അതായത് നമുക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏൺ ചെയ്യുന്നതിന് പകരമായിട്ട് നമ്മൾ സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് ചാരിറ്റി പോലെയും മറ്റുള്ളവരെ സഹായിക്കുന്ന രീതിയിലും, അല്ലാണ്ട് ആ ഒരു രീതിയിൽ ഒരു എനർജിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. നമുക്ക് ഉണ്ടാകുന്നത് പോലെ തന്നെ സമൃദ്ധമായിട്ട് കൈകളിലേക്ക് വരുന്നത് പോലെ തന്നെ മനസ്സറിഞ്ഞ് സമൃദ്ധമായിട്ട് മറ്റുള്ളവർക്ക് നൽകുന്നു എന്നുള്ളൊരു സന്ദേശമാണ്. അപ്പോൾ ഒരു മാനസികമായിട്ടും പോസിറ്റിവിറ്റി കൂടിയാണിത് സൂചിപ്പിക്കുന്നത്. കാരണം അക്സെപ്റ്റിംഗ് ആൻഡ് ഓഫറിംഗ് ആണ്. അപ്പോൾ ഇത് ഒന്ന് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ഒരു വരുന്ന വർഷം നിങ്ങൾ ജോലിയിലായിരിക്കാം, ചിലപ്പോൾ പുതിയ ജോലി ലഭിക്കുന്ന സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജോലി ഏപ്രിൽ മെയ് മാസം വളരെ ഉള്ള സമയമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ ജോലി ലഭിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇത് സൂചിപ്പിക്കുന്നത്. സാമ്പത്തികമായിട്ട് നേട്ടം ഉണ്ടാകുന്ന സമയമാണ്, അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാകുന്ന സമയം ഈ ഒരു വർഷക്കാലം. അതുപോലെ തന്നെ ജോലിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറത്തേക്ക് മറ്റു രീതിയിലുള്ള വരുമാന മാർഗങ്ങൾ രണ്ട് തരത്തിലുള്ള വരുമാന മാർഗങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ചിലപ്പോൾ ജോലിയും കൂടെ ബിസിനസ്സും അങ്ങനെയുള്ളൊരു സാഹചര്യമായിരിക്കാം. അപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്, നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത്. അപ്പോൾ ജോലിയിൽ ചിലപ്പോൾ പ്രൊമോഷനാണ്, നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു സാഹചര്യമായിരിക്കും പ്രൊമോഷൻ. ചിലപ്പോൾ ജോലിയിൽ ചേർന്നിട്ട് ഒരു വർഷം ആയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു വർഷം തികഞ്ഞിട്ടേ ഉണ്ടാവില്ല. പെട്ടെന്ന് തന്നെ ഒരു പ്രൊമോഷൻ സാഹചര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെ നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു എനർജിയാണ്. അതേപോലെ തന്നെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ പൊതുവേ കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും കോൺഫിഡൻസ്, നിങ്ങളുടെ ബോഡി ലാംഗ്വേജ്, നിങ്ങളുടെ എല്ലാം വളരെ കോൺഫിഡൻറ്റ്. കാണുമ്പോൾ തന്നെ ആളുകൾ നിങ്ങളധികം സംസാരിക്കാതെ തന്നെ ഒറ്റ വാക്കുകൊണ്ട് ഒരു സെൻറ്റൻസ് കൊണ്ടൊക്കെ ആളുകളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം, മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷനായിട്ട് മാറുന്നൊരു സമയമാണിത്. നിങ്ങളുടെ ജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളോട് ചുറ്റുപാടുമുള്ള ആളുകളുടെ ജീവിതത്തിലും പോസിറ്റിവിറ്റി നിറയ്ക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ടൈമാണ്. ഇപ്പോൾ ശനിയുടെ മാറ്റം, സാറ്റേണിൻ്റെ എനർജി, സാറ്റേൺ ട്രാൻസിറ്റ് ഉണ്ടാകുന്ന സമയം നിങ്ങൾക്ക് വരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് പോസിറ്റിവിറ്റി, കോൺഫിഡൻസ് ആണ്. ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ പുതിയ ഇൻ്റർവ്യൂസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത് മൂലം ജോലി സാധ്യതകൾ വളരെയേറെ നിൽക്കുന്ന ഇൻ്റർവ്യൂസ് എല്ലാം അറ്റൻഡ് ചെയ്യുന്ന ഒരു എനർജിയാണ്. മാത്രമല്ല 2-3 ജോലി അപ്ലൈ ചെയ്യുമ്പോൾ അതിന് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്ത ഇൻ്റർവ്യൂസിന് എല്ലാത്തിനും പാസ്സാവുന്ന ഒരു എനർജി നിങ്ങൾക്ക് ചൂസ് ചെയ്യണം. അതായത് സന്തോഷാധികത്യത്തിൻ്റെ ഒരു എനർജിയും കാണിക്കുന്നുണ്ട്. പിന്നെ ലവേഴ്സ് ആൻഡ് 2 ഓഫ് പെൻഡക്കിൾസ് എനർജിയാണ്. അപ്പോൾ ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് വിവാഹം, പ്രണയം, റൊമാൻസ് കാര്യങ്ങളാണ്. കുടുംബജീവിതത്തിൽ സംതൃപ്തി ഉണ്ടാകുന്നു. വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ ഒത്തിരി പോസിറ്റിവിറ്റി, പ്രണയം, യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. വിവാഹം കഴിക്കാത്തവരാണെങ്കിൽ വിവാഹ സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പ്രണയത്തിലായിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നല്ല എനർജിയാണ്. ഒരു പ്രൊഫൗണ്ട് കണക്ഷൻ നിങ്ങളുടെ ഉള്ളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഒരു സോൾമേറ്റ്, ട്വിൻ ഫ്ലെയിം കണക്ഷൻസ് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു മറ്റൊരു വ്യക്തിയോടുള്ളൊരു പ്രണയം എന്നുള്ള രീതിയിലും ആവണമെന്നില്ല. സെൽഫ് ലവ് ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ
നിങ്ങളിപ്പോൾ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ കുടുംബജീവിതം, നിങ്ങൾ അല്ലെങ്കിൽ വിവാഹിതരായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ പങ്കാളിയോടൊത്ത ജീവിതം, അല്ലെങ്കിൽ അല്ലാത്തവരെ സംബന്ധിച്ച് അവരുടെ പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിരിക്കാം, ആരായാലും അവരുമായിട്ട് മറ്റൊരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ബന്ധം, അതായത് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടുന്നു. പല ആളുകളും ഒത്തിരി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്നു. സ്വയം അവനവനെ തന്നെ ഇഷ്ടപ്പെടാൻ എത്ര പേർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെൽഫ് ലവ് ആണ്. നിങ്ങളെ തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങുന്നു. അങ്ങനെ നിങ്ങൾ സ്വയം ഇഷ്ടപ്പെടാൻ തുടങ്ങുമ്പോൾ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇതിനു മുമ്പ് ഇഷ്ടപ്പെടാതിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റുപാട്, നിങ്ങൾ ഓരോരുത്തരും അവരോരെ സ്നേഹിക്കുമ്പോൾ അവർക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പറ്റുന്നു എന്നുള്ളത്. പൊതുവെ മറ്റുള്ളവരോട് ഈർഷ്യയും വാശിയും കാണിക്കുന്ന ആളുകൾക്ക് സ്വയം ഒരു പ്രണയം അല്ലെങ്കിൽ സ്വയം ഒരു സ്നേഹം ഇല്ലാത്തവരായിരിക്കുമെന്ന് ഒരു പരിധി വരെയുള്ള ആളുകളും. അപ്പോൾ നിങ്ങൾ സ്വയം സ്നേഹിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് പറ്റുന്നു എന്നുള്ളൊരു എനർജി ആവാം ഇത് സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ പെൻഡക്കിൾ എനർജി കണക്ഷൻസ് പറയുകയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള വരുമാന മാർഗ്ഗങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാലൻസ് അനിവാര്യമായിട്ടുള്ളതായിട്ട് കാണും. നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഒരു ജോലി ഉണ്ട്, അതോടൊപ്പം തന്നെ മറ്റൊരു ജോലി, ഇപ്പോൾ 2 ജോലികളുടെ ഇടയിൽ ജഗിൾ ചെയ്യുന്ന ഒരു സാഹചര്യം ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ 2 കാര്യങ്ങളും നിങ്ങൾക്ക് അത്രയും പ്രാധാന്യമുള്ളത്, അതായത് 2 വരുമാന മാർഗ്ഗങ്ങളും ഒരുപോലെ പ്രാധാന്യമുള്ളതാണെങ്കിൽ രണ്ടും നല്ലൊരു ഇക്വിലിബ്രിയം, ഒരു ബാലൻസ് രണ്ടിലും കൊണ്ടുവരാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബാലൻസ് വളരെ പ്രാധാന്യമാണ്. ഈ 2 തരത്തിലുള്ള കാര്യങ്ങൾ, ഒന്ന് നിങ്ങളുടെ ജോലി വരുമാന മാർഗ്ഗം, ഒന്ന് നിങ്ങളുടെ പാഷൻ, അല്ലെങ്കിൽ ഒന്ന് ചിലപ്പോൾ നിങ്ങൾ ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും, കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളത് കൊണ്ട് അത് ഒരു വരുമാന മാർഗ്ഗം കൂടിയാണ്. പക്ഷെ അതിലുള്ള താല്പര്യം, മറ്റൊന്ന് നിങ്ങളുടെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, അതേപോലെ ജോലി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും 2 വരുമാന മാർഗ്ഗങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷെ രണ്ടും നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് അടുത്തിടയ്ക്കായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. അതേപോലെ ലവേഴ്സ് ആൻഡ് 6 ഓഫ് സോർട്സ് എനർജിയാണ്. വിദേശവാസയോഗം കാണിക്കുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വളരെ നല്ല സമയമാണ്. വിദേശത്തേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ സമയമാണ്, അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ പല രാജ്യങ്ങൾക്ക് ഇപ്പോൾ വർക്ക് പെർമിറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് ഏതാണ്, എങ്ങനെയാണ്, നിങ്ങൾക്ക് പറ്റിയത് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചു നോക്കാം, ശ്രമിക്കാം. അതേപോലെ നേഴ്സസൊക്കെ ആയിട്ടുള്ള ഒരു OET മറ്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നവർ IELTS TOEFL പോലുള്ള കാര്യങ്ങളൊക്കെ എക്സാംസ് എഴുതുന്നതോ, അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളുമായിട്ടുള്ള തിരക്കുകൾ കാണിക്കുന്നുണ്ട്. ഈ വർഷക്കാലത്തിനുള്ളിൽ വിദേശത്തേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ളൊരു സാധ്യതയും മറ്റും തെളിഞ്ഞു വരുന്നുണ്ട്. ട്രാൻസിഷൻ ഫേസ് ആണ് ലൈഫിൽ, പല ഏരിയാസിൽ ട്രാൻസിഷൻ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനം, നിങ്ങൾ യാത്ര ചെയ്യുന്നു, നിങ്ങളുടെ ജോലി, വിദ്യാഭ്യാസം എല്ലാത്തിലും മാറ്റം വരുന്നുണ്ട്. അതേപോലെ ഇനി വീട്ടമ്മമാരായിട്ടുള്ളവരാണ് എങ്കിൽ യാത്രകൾ സൂചിപ്പിക്കും. നിങ്ങൾ ചില ആളുകൾ ജീവിതത്തിൽ ഇതുവരെ സ്വയം ഒറ്റയ്ക്ക് യാത്ര ചെയ്തിട്ടില്ലാത്തവർ സോളോ ട്രിപ്പൊക്കെ നടത്തുന്നതിനുള്ളൊരു സാഹചര്യം പേഴ്സണൽ എവല്യൂഷനാണ്. അപ്പോൾ ഇനി ജോലി ഉള്ളവരാണെങ്കിലും ജോലി ഇല്ലാത്തവരാണെങ്കിലും ചെറിയ കുട്ടികൾ, പ്രായമായിട്ടുള്ളവർ, അതിൻ്റെ മിഡിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവർ, ഏത് ഏജിലുള്ള ആളുകളാണെങ്കിലും യാത്രകൾക്ക് സാധ്യതയുള്ളൊരു വർഷമാണെന്ന് തന്നെ പറയും. ഒരു വർഷം ഒത്തിരി സാധ്യതയുള്ള സമയമാണ്. ചില ആളുകൾക്ക് സ്പിരിച്വൽ ജേർണി ആയിരിക്കാം. അതായത് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ആത്മീയമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് പേർപ്പസ് തേടിയുള്ളൊരു യാത്രയും ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ സ്റ്റാർ കാർഡ് ആൻഡ് 6 പെൻറ്റക്കിൾസ് എനർജിയാണ്. ദൈവാനുഗ്രഹം എന്നൊക്കെ നമ്മൾ പറയുന്നില്ല, ആ ഒരു പ്രപഞ്ചശക്തി അനുഗ്രഹം ചൊരിയുന്ന സമയമാണ് ഈ ഒരു വർഷം. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എക്സ്പെക്ട് മിറാക്കിൾസ് എന്നൊക്കെ നമ്മൾ പറയുന്ന സമയമാണ്. അപ്പം അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് അത്ഭുതം നമ്മൾ പറയുന്നത് നമ്മൾ ഒരിക്കലും നടക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംഭവ്യമാകുന്ന ഒരു സമയമാണ് എന്ന് തന്നെ പറയാം. നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചൊരു കാര്യമായിരിക്കും ജീവിതത്തിൽ, എപ്പോഴെങ്കിലും നടക്കുമെന്നറിയാത്ത ചില യാത്രകൾ, ഇന്ന ജോലി, അല്ലെങ്കിൽ ഇന്ന തരത്തിൽ കോഴ്സിന് കിട്ടുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ. ഇപ്പോൾ പ്രഗ്നൻസി ഉണ്ട്, ചില ആളുകൾക്ക് ഒരിക്കലും പ്രഗ്നൻ്റ് ആവില്ല എന്ന് പ്രതീക്ഷിച്ചിരിക്കും, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടുള്ളവർ അപ്രതീക്ഷിതമായിട്ട് പ്രഗ്നൻസി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു അപ്രതീക്ഷിതമായിട്ടാണ് ഒത്തിരി കാര്യങ്ങൾ കാണിക്കുന്നത്. അപ്പം ഇപ്പോൾ 10-13 വർഷമായിട്ട് പ്രഗ്നൻസി ആഗ്രഹിക്കുന്നവരായിരിക്കാം. പക്ഷേ ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ അത് വിട്ട് കളഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ തീരെ പ്രതീക്ഷിക്കാതെ ഒരു പ്രഗ്നൻസി ആവാം. തീരെ പ്രതീക്ഷിക്കാതെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്.
അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ എന്ത് അത്ഭുതമാണ് ഈ ഒരു വർഷം സംഭവിച്ചത് എന്നുള്ളത് ഇവിടെ കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.